തൃശൂർ പൂരം കലക്കലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് സിപിഐ നേതാവ് വി.എസ്. സുനിൽകുമാർ. സുരേഷ് ഗോപിയുടെയും RSS നേതാക്കളുടെയും സാന്നിധ്യം തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. പൂരം കലക്കലിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ സുനിൽകുമാർ ആവർത്തിച്ചു. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ വെക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പൂരം അലങ്കോലപ്പെടാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് നേരിട്ട് ബന്ധമുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്ക്. RSSനെ പറ്റി RSSും BJPയും അന്നത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. അത് പോലീസിൻ്റെതായ പങ്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ കുറ്റം പറയില്ല, പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരട്ടെ. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ അന്വേഷണ സംഘം നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ട് ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ദേവസ്വങ്ങളുടെ പങ്ക് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നു. ദേവസ്വങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇപ്പോൾ V.S. സുനിൽകുമാർ നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൽ അദ്ദേഹം വ്യക്തത വരുത്തുന്നുണ്ടോ? പോലീസ് ആണ് കലക്കിയത് എന്ന രൂപത്തിൽ പറയുന്നുണ്ടോ, അതോ BJPയുടെ പങ്കാണോ പ്രധാനമായും ഊന്നുന്നത്? V.S. സുനിൽകുമാർ എന്ന് ഇത് സംബന്ധിച്ച് തനിക്ക് അറിയുന്നതും അതുപോലെ തന്നെ കേട്ടറിവുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ മൊഴിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിരിക്കുന്നത്. മലപ്പുറം അഡീഷണൽ SP ഫിറോസിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് മൊഴിയെടുക്കൽ നടന്നത്. പ്രധാനമായും ഒരു ഭാഗത്ത് BJP RSS നേതാക്കൾ ചേർന്ന് പൂരം കലക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് സംബന്ധിച്ച മൊഴികളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇന്ന് പറയുകയുണ്ടായി. സുരേഷ് ഗോപി ഈ സംഭവം നടക്കുമ്പോൾ എത്തിയുമായി ബന്ധപ്പെട്ട വിശദമായ CCTVകൾ പോലീസിന് കൈവശമുണ്ട്. അത് നൽകാൻ താൻ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ പോലീസ് അത് നൽകാൻ തയ്യാറായിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സുരേഷ് ഗോപിയുടെയും RSS നേതാക്കളെയും പങ്ക് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പ്രധാനമായും V.S. സുനിൽകുമാർ എന്ന് മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ, പ്രത്യേകിച്ച് തിരുവമ്പാടി ദേവസ്വത്തിന് ഇതിൽ പങ്കില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമായി പറയുന്നു. അതേസമയം ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ആളുകൾക്കും ഇതിൽ പല പങ്കുമുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അദ്ദേഹം ഇപ്പോൾ ദേവസ്വങ്ങളെ മാറ്റി നിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അടുത്ത പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു ദേവസ്വങ്ങളും മറ്റു പൊതുജനങ്ങളും, അതായത് തൃശ്ശൂരിലെ പൗരാവലിയും ഒന്നിച്ചുകൊണ്ട് രണ്ട് പ്രധാന പ്രതിസന്ധികൾ ഇപ്പോൾ പൂരം നടത്തിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും. ഇതിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ ദേവസ്വങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഇത് BJP RSS നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പോലീസിനും ഇതിൽ പങ്കുണ്ട്. അത് പുറത്തു വരണമെന്നാണ് അദ്ദേഹം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്.